നമസ്കാരം. ഈ ഒരു കനത്ത മഴയിലും ടെർബോ സിനിമ 7 ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുകയാണ്. അതും ഈ ഒരു 7 ദിവസം തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു തന്നെയാണ് ടെർബോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ടെർബോ സിനിമയുടെ 7 ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെർബോ കനത്ത ഡീഗ്രേഡിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മികച്ച വിജയത്തിലേക്ക് ടെർബോ കുതിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 6,15,00,000 രൂപയും, രണ്ടാം ദിവസം 3,70,00,000 രൂപയും, മൂന്നാം ദിവസം 3,85,00,000 രൂപയും, ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച 4,25,00,000 രൂപയും, ആദ്യ തിങ്കളാഴ്ച 2,45,00,000 രൂപയും, ചിത്രത്തിന്റെ ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 2,10,00,000 രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ടോട്ടൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 22,41,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച പോലും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ചിത്രത്തിന് ഈ സമയത്ത് വിറ്റുപോകുന്നത് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം 3,000-ൽ പരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും. അതായത് ടെർബോ ചിത്രത്തിന് ഇന്ന് 7ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ 7 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 24 കോടി റേഞ്ചിലെത്താൻ പോവുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ ഈ ഒരു മാസ് മസാല കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം ഏകദേശം 40 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു 7 ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 65 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ടെർബോ സിനിമയുടെ സെക്കൻഡ് വീക്കെൻഡിലൂടെ തന്നെ ചിത്രം 100 കോടി ആഗോള കളക്ഷൻ നേടാൻ സാധിക്കുമെന്നാണ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ വിലയിരുത്തുന്നത്. എന്തായാലും ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.